പൂർവ്വമായി കടലിൽ നിന്ന് കിട്ടിയ ഒരു മത്സ്യകന്യകൻ അത് പതിയെ ഒരു യുവതിയുമായിട്ട് പ്രണയത്തിലാകുന്നു. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2017 ഇറങ്ങിയ ഷേപ്പ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ ആരംഭിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്ന എലീസനെയാണ്. ഇവളെ ചെറുപ്പത്തിലാണെങ്കിൽ ഒരു പുഴയുടെ തീരത്ത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു ആളുകൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇവളുടെ പെടലിയിലാണ് ജനിച്ചപ്പോൾ തൊട്ടൊരു പാടും ഉണ്ടായിരുന്നു. പിന്നീട് ഇവളെപ്പറ്റി പറയുവാണെങ്കിൽ ഇവളൊരു ഊമയാണ്. ഇവളാണെങ്കിൽ ഒരു സൈൻ ലാംഗ്വേജ് വെച്ചായിരുന്നു ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവളാണെങ്കിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1962 കോൾഡ് വാർ സമയത്ത് ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു സീക്രട്ട് ആയിട്ടുള്ള ലാബുണ്ട്. അവിടെ ആയിരുന്നു ഇവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ ഇവളുടെ ജീവിതത്തിലെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. ഇവിടെ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സിനിമ തിയേറ്ററിൽ തൊട്ട് മുകളിലത്തെ നിലയിലായിരുന്നു. അങ്ങനെ ഇവളാണ് എല്ലാ ദിവസവും ജോലിക്ക് വന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഗൈൽസിനെ പോയി കാണും. അവനാണെങ്കിൽ ഒരു ഇലിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് സാധാരണക്കാരെ പോലെ തന്നെ അവളാണെങ്കിൽ പബ്ലിക് ബസ്സിൽ തന്നെ ജോലി സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്ന ശേഷമാണെങ്കിൽ അവൾക്ക് അവിടെ ഒരു ഫ്രണ്ടുണ്ട്. അവളുടെ പേരാണെങ്കിൽ സെൽഡ എന്നായിരുന്നു. ഇവർ തമ്മിൽ നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ ഇവളെപ്പോഴും അവളുമായിട്ടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീക്രട്ട് ലാബിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കേണൽ റിച്ചാർഡിൻ്റെ കീഴിലായിരുന്നു. അവനൊരു സൗത്ത് അമേരിക്കയിലെ റിവറിൽ നിന്നൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്രീച്ചറിനെ കിട്ടും. അങ്ങനെ അവൻ ആ ക്രീച്ചറിനെ കൊണ്ട് അവിടുത്തെ തന്നെ മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് പോകും. അതിനുശേഷം അവിടുത്തെ ഡോക്ടർ റോബർട്ടിനോട് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നല്ലപോലെ ഒന്ന് പഠിക്കാൻ പറയും. അങ്ങനെ പിറ്റേ ദിവസം എലിസയാണെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് റിച്ചാർഡ് വരും. അന്നേരമാണ് അവൾ റിച്ചാർഡ് കൊണ്ടുവന്ന കമ്പിലാണെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻ കാണുന്നത്. അങ്ങനെ ഒരുപാട് സമയം ആകുന്നതിന് മുമ്പേ തന്നെ റിച്ചാർഡിൻ്റെ കരച്ചിൽ കേട്ട് അവിടെ ഉള്ളവരെല്ലാം വരും. റിച്ചാർഡിൻ്റെ കൈ മുറിഞ്ഞ് ഒരുപാട് രക്തം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ശേഷമാണെങ്കിൽ സെക്യൂരിറ്റി ഓഫീസർ വന്ന് എലീസയോടും സെൽഡയോടും ആ ലബോറട്ടറി എല്ലാം ക്ലീൻ ചെയ്യാൻ പറയും, അവിടുത്തെ ബ്ലഡും എല്ലാം. അങ്ങനെ അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എലീസയാണെങ്കിൽ റിച്ചാർഡിന് മുറിഞ്ഞു പോയ വിരൽ കാണും. അപ്പോൾ ഇതെന്ത് പറ്റിയെന്നൊന്നും ഇവർക്ക് അറിയുന്നില്ലായിരുന്നു. അങ്ങനെ എലിസി അവിടെ എല്ലാം പതിയെ നോക്കുമ്പോഴാണ് അവിടെ ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്രീച്ചർ കാണുന്നത്. അതായിരുന്നു നമ്മുടെ മത്സ്യകന്യകൻ. അങ്ങനെ എലിസ പതിയെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും അത് എലിസനെ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ആ ക്രീച്ചറാണെങ്കിൽ പതിയെ വെള്ളത്തിലെ ഇരുട്ടിൽ നിന്ന് പതിയെ ഒരു വെളിച്ചത്തിലേക്കൊക്കെ വരികയും ചെയ്യും. അന്നേരമാണ് പെട്ടെന്ന് സെക്യൂരിറ്റി ഓഫീസർ അങ്ങോട്ട് വരുന്നതും റിച്ചാർഡിന് മുറിഞ്ഞു പോയ വിരലെടുത്തുകൊണ്ട് പോകുന്നതും. അങ്ങനെ അന്ന് രാത്രിയാണെങ്കിൽ അവളാണെങ്കിൽ ആരും അറിയാതെ ആ ലാബിലേക്ക് ചെല്ലും. ഇന്ന് കണ്ട കാര്യം എന്താണെന്ന് ഒന്നുകൂടെയും കൂടി ഉറപ്പിക്കാനായിരുന്നു അവൾ ചെന്നത്. അങ്ങനെ അവളവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ആ ഡെപ്പിക്കകത്ത് ആ മത്സ്യകന്യകനില്ലായിരുന്നു. അവൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആ മത്സ്യകന്യകനെ കെട്ടിയിട്ടേക്കുന്ന കാണും. അവൾക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ ഒരു ദയനീയത തോന്നും. അവൾ പതിയെ അവനാണെങ്കിൽ ഒരു മുട്ട ഓഫർ ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കും. അവനാണ് സന്തോഷത്തോടെ എടുത്തുകൊണ്ട് വീണ്ടും ആ വെള്ളത്തിൻ്റെ ഇടയിലേക്ക് പോകും. അങ്ങനെ ഇത് അവളൊരു സ്ഥിരം ശീലമാക്കും. എന്നും അവൾ രാത്രി ആരും അറിയാതെ അവനെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പതിയെ അവർ തമ്മിൽ ഒരു ബോണ്ടൊക്കെ ആവും. അവളാണെങ്കിൽ മ്യൂസിക്കൊക്കെ വെച്ച് അവനെ കേൾപ്പിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇവൾ ഊമയായതുകൊണ്ട് സൈൻ ലാംഗ്വേജ് വഴിയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ആ മത്സ്യകന്യകന് എളുപ്പമായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ബോണ്ടാണെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് ഡോക്ടർ റോബർട്ട് കാണും. അങ്ങനെ അത് കഴിഞ്ഞാണ് നമ്മളെ വലിയൊരു ട്വിസ്റ്റ് കാണിക്കുന്നത്. ഡോക്ടർ റോബർട്ട് ആണെങ്കിൽ ഒരു റഷ്യൻ സ്പൈ ആയിരുന്നു എന്നുള്ളത്. അവനാണെങ്കിൽ അവൻ്റെ ഈ റഷ്യൻ അസോസിയേറ്റ്സിനോട് തന്നെ ഈ കാര്യം പറയും, മത്സ്യകന്യകനെ പറ്റിയുള്ളത്. അങ്ങനെ അവരോട് ഇവൻ മെയിൻ കാര്യം പറയുന്നത് ആ മത്സ്യകന്യകന് മനുഷ്യനുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു നൈറ്റിൽ എലീസ വരുമ്പോഴാണ് കാണുന്നത് മത്സ്യകന്യകനെ വെളിയിലിട്ട് ചെങ്ങലക്കിട്ടേക്കുന്നത്. ഇത് കാണുമ്പോൾ അവൾക്ക് സങ്കടം തോന്നിട്ട് അവനെ രക്ഷിക്കാൻ നോക്കും. പെട്ടെന്നാണ് അങ്ങോട്ട് റിച്ചാർഡ് കയറി വരുന്നത്. ഉടനെ തന്നെ ഇവളാണെങ്കിൽ ലബോറട്ടറിയുടെ മറ്റൊരു സൈഡിൽ പോയി ഒളിച്ചിരിക്കും. ഇവൾ പതിയെ അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുമ്പോഴത്തേനും കാണുന്നത് റിച്ചാർഡ് അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് കൊടുത്ത് ആ മത്സ്യകന്യകൻ്റെ ബോധം കെടുത്തും. അന്നേരമാണ് പെട്ടെന്ന് അങ്ങോട്ട് ജനറൽ ഫ്രാങ്ക് കയറി വരുന്നത്. അവനും ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ റിച്ചാർഡ് ആണെങ്കിൽ ഫ്രാങ്കിനെയും മത്സ്യകന്യകനെയും പരിചയപ്പെടുത്തും. അത് കഴിഞ്ഞ് റിച്ചാർഡ് ഫ്രാങ്കിനോട് പറയും ഇവനെയാണെങ്കിൽ അമേരിക്കയുടെ സ്പേസ് മിഷൻ ഉപയോഗിക്കാമെന്ന് പറയും. അങ്ങനെ ഇത് കേൾക്കുന്ന റോബർട്ട് ആണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. റോബർട്ട് പെട്ടെന്ന് കയറി ഇതിനെതിരെ പറയും. എൻ്റെ റോബർട്ട് പറയും ഇവനെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഉടനെ ഇവനെ മിഷനൊന്നും വിടാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. അങ്ങനെ എലീസ ആണെങ്കിൽ ഇതെല്ലാം ഒളിഞ്ഞിന്ന് കേൾക്കും. അവൾക്ക് അന്നേരം തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു. കാരണം സ്പേസ് മിഷൻ ഇവനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവൻ ഉറപ്പായിട്ടും മറ്റൊരു ഗ്രഹത്തിലേക്ക് ചെല്ലുമ്പോൾ മരിക്കും എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ നേരെ പോകുന്നത് ഗൈൽസിൻ്റെ അടുത്തേക്കായിരുന്നു. ഗൈൽസിൻ്റെ അടുത്ത് നിന്ന് അവനോട് ഹെൽപ്പ് ചോദിക്കും, എങ്ങനെയും ആ മത്സ്യകന്യകനെ ആ ഫെസിലിറ്റിയിൽ രക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളതിന്. ഗൈൽസാണ് ഇതെല്ലാം കേട്ടിട്ട് അവളിൽ നിന്ന് ഒഴിവായി നിൽക്കും. കാരണം അവനിതൊന്നും പറയുന്നത് വിശ്വാസമല്ലായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം എലീസ ആണെങ്കിൽ പറയും അവർ തമ്മിൽ ഒരു ബോണ്ടെന്നൊന്നും ഇവൾ പറയുന്ന എല്ലാവരും മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഇവളാണെങ്കിൽ ഒരു വിധത്തിൽ സൈൻ ലാംഗ്വേജ് കൊണ്ട് പറഞ്ഞ് ഗെയിൽസിനെ മനസ്സിലാക്കി ഏറ്റവും അവസാനം ഗെയിൽസാണ് സമ്മതിക്കും. ഇതേസമയം ഡോക്ടർ റോബർട്ട് ആണെങ്കിൽ റഷ്യക്കാരുമായിട്ട് ആ ക്രീച്ചറിനെ എങ്ങനെയെങ്കിലും കിഡ്നാപ്പ് ചെയ്യുന്നതിനെ പറ്റി ഒരു പ്ലാൻ ഇടാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ റഷ്യക്കാരുടനെ പറയും ആ ക്രീച്ചറിനെ കൊന്നു കളഞ്ഞ് അമേരിക്കയുടെ പ്ലാനെല്ലാം താർത്തോളം പറഞ്ഞ് അവനാണെങ്കിൽ ഒരു പോയിസൺ കുത്തിവെക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ സിറിഞ്ചൊക്കെ അവർ കൊടുക്കും. അങ്ങനെ എലീസയാണെങ്കിൽ ആ മത്സ്യകന്യകനെ പുറത്തു കൊണ്ടുപോകാനുള്ള വഴിയൊക്കെ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതേസമയം ഗൈൽസ് ആണെങ്കിൽ ഇവിടെ തന്നെ ഒരു വർക്കറിൻ്റെ വേഷം കിട്ടി പതിയെ ആ ലബോറട്ടറിയിലേക്ക് വരികയും ചെയ്യും. എന്നാൽ ഇവരെല്ലാം പ്ലാൻ തെറ്റിച്ചുകൊണ്ടാണ് റിച്ചാർഡ് ആണെങ്കിൽ എലീസനെ തന്നെ ഇങ്ങനെ CCTV കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൻ നോക്കുന്നതിൻ്റെ കാരണം ഇതൊന്നും അല്ലായിരുന്നു. അവനാണെങ്കിൽ എലീസയ്ക്ക് സംസാരിക്കാൻ കഴിയുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവനിങ്ങനെ അവളെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. അവനാണെങ്കിൽ അതിനുവേണ്ടി അവളുടെ അടുത്ത് വന്ന് അവളെ ഇങ്ങനെ ഹറാസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും സംസാരം വീഴുമോ എന്നറിയാൻ.
പക്ഷേ ഇവൾ ശരിക്കും ഊമയായിരുന്നുകൊണ്ട് തന്നെ ഇവൾ തിരിച്ചൊന്നും വേണ്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു വിധം തിരിച്ചു കഴിയുമ്പോഴത്തേക്കിനും അവൾക്കൊരു കാരണം കിട്ടി അവൾ അവൻ്റെ അടുത്ത് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ അവളാണെങ്കിൽ പതിയെ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവിടുത്തെ CCTVയുടെ ഡയറക്ഷനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതേസമയം ഡോക്ടർ റോബർട്ട് ആണെങ്കിൽ മത്സ്യകന്യകനെ കൊല്ലാൻ വേണ്ടിയുള്ള പോയിസൺ സിറിഞ്ചൊക്കെ സെറ്റാക്കി വെച്ചേക്കും. അപ്പോഴാണ് അവനാണെങ്കിൽ എലീസ ഈ ക്യാമറയെല്ലാം മാറ്റി വെക്കുന്നത് കാണുന്നത്. അന്നേരം തന്നെ അവന് പിടികിട്ട് എലീസ ഈ മത്സ്യകന്യകനെ കടത്താനാണ്. അതുകൊണ്ട് അവൻ അന്നേരം തന്നെ മൈൻഡ് ചേഞ്ച് ആക്കും. ഏതായാലും അവനെ കൊല്ലുന്നില്ലെന്ന്, കാരണം ഇവനും വലിയ മനസ്സൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എലീസയാണെങ്കിൽ മത്സ്യകന്യകനെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നേരത്ത് ഡോക്ടർ റോബർട്ട് അങ്ങോട്ട് കയറി വരും. അതിനുശേഷം അവൻ അവരെ സഹായിക്കാമെന്ന് പറയും ഇവനെ പുറത്തെത്തിക്കാൻ വേണ്ടി, കാരണം അവൻ മൈൻഡെല്ലാം ചേഞ്ച് ചെയ്തെന്ന് പറയും. അങ്ങനെ ഡോക്ടർ റോബർട്ട് ആണെങ്കിൽ അവിടെയുള്ള അത്രയും ഗാർഡ്സിനെയും അവൻ്റെ സിറിഞ്ച് വെച്ച് കുത്തി ബോധം കെടുത്തും. ഇതേ സമയത്ത് തന്നെയാണ് ഗൈൽസിനെ ഏറെക്കുറെ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം പിടിക്കുന്ന ടൈമായി നിന്നത്. കറക്റ്റ് ആ സമയത്ത് ഡോക്ടർ റോബർട്ട് വന്ന് അവരെല്ലാം ബോധം കെടുത്തി ഗൈൽസിനെ രക്ഷിക്കും. അങ്ങനെ ആ ലബോറട്ടറിയിൽ തന്നെ എലീസയുടെ ഫ്രണ്ടായിട്ടുള്ള സെൽഡെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെയും കൂടെ ഹെൽപ്പ് കൊണ്ട് തന്നെ ഗൈൽസിനും എലിസയ്ക്കുവാണെങ്കിൽ മത്സ്യകന്യകനെ അവളുടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ എലീസയാണെങ്കിൽ ആ മത്സ്യകന്യകനെ കിടക്കാൻ വേണ്ടിയിട്ട് അവളുടെ ബാത്ത് ടബ് കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ പ്ലാൻ ചെയ്യും ഈ മത്സ്യകന്യകനെയാണെങ്കിൽ നല്ല മഴയുള്ളപ്പോൾ കനാലിലേക്ക് ഇടുന്നതിനെ പറ്റി. കാരണം നല്ല മഴയുള്ള സമയത്താണ് ഗവൺമെൻറ് കനാൽ ഓഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ മത്സ്യകന്യകനെ രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ അവൾ പ്ലാനൊക്കെ ചെയ്തിട്ടിരിക്കും. അങ്ങനെ വൈകാതെ തന്നെ റിച്ചാർഡ് ആണെങ്കിൽ അവിടെയുള്ള എല്ലാ വർക്കേഴ്സിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പതിയെ തന്നെ അവൻ എലീസനെ സെൽഡനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവൻ എത്ര ചോദ്യം ചെയ്തിട്ടും അവിടെ ഉള്ളവരിൽ നിന്നൊന്നും ഒന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു. ഇതേസമയം അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ആ മത്സ്യകന്യകനെ നോക്കാനിരുന്ന ഗൈൽസ് പതിയെ ഉറങ്ങിപ്പോകും. അങ്ങനെ ഇതേ സമയം നോക്കി മത്സ്യകന്യകൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങും. അന്നേരമാണ് അവിടെ കാണുന്ന പൂച്ചയെ കണ്ടിട്ട് അവനാണെങ്കിൽ പതിയെ പൂച്ചയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. പൂച്ചയുടെ ശബ്ദം കേട്ട് ഗൈൽസ് ഞെട്ടി എഴുന്നേറ്റ് ഓടി വരും. അങ്ങനെ മത്സ്യകന്യകനെ കാണുമ്പോഴത്തേക്കും ഇവരും പെട്ടെന്ന് നെർവസ് ആവും. മത്സ്യകന്യകനാണ് പേടിച്ച് അവൻ്റെ കയ്യിൽ തട്ടിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ ഇവൻ്റെ കയ്യിൽ അതൊരു വലിയ മുറിവായിട്ട് തന്നെ ഇരിക്കും. എന്നാൽ വൈകുന്നേരം എലീസവിനെ പറ്റിയും ഗൈൽസ് പറയും അവനാണെങ്കിൽ രക്ഷപ്പെട്ടു പോയി എങ്ങനെയല്ലോ മത്സ്യകന്യകനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. എലീസ നിന്ന് നോക്കുമ്പോൾ അവൻ തൊട്ട് താഴെ തിയേറ്ററിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എലീസ അവനെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് വീണ്ടും അപ്പാർട്ട്മെൻറ്റിലേക്ക് വരും. അവിടെ വന്ന ശേഷമാണെങ്കിൽ മത്സ്യകന്യകൻ പതിയെ ഗെയിൽസിൻ്റെ ആ മുറിഞ്ഞ കൈ തൊടും. അതുപോലെ തന്നെ ഗെയിൽസിൻ്റെ തലയിലും ഒന്ന് തൊട്ടുവിടും. ഇതെല്ലാം കഴിഞ്ഞാണ് പിറ്റേ ദിവസം അത്ഭുതം സംഭവിക്കുന്നത്. ഗൈൽസ് വന്ന് എലീസയോട് പറയും അവൻ്റെ മുടിയെല്ലാം വീണ്ടും വളരാൻ തുടങ്ങി, അതുപോലെ തന്നെ കയ്യിലെ ആ മുറിവ് ഉണങ്ങി എന്ന് പറയും. അങ്ങനെയാണ് ഇവർക്ക് പിടികിട്ടുന്നത് ഇവനാണെങ്കിൽ സ്പെഷ്യൽ പവറും കൂടുള്ള ഒരു പ്രത്യേക ജീവിയാണെന്ന്. അങ്ങനെ പതിയെ എലീസ ആ മത്സ്യകന്യനുമായിട്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിക്കൊണ്ട് വരും. അവളാണെങ്കിൽ എപ്പോഴും അവനെ പോയി കാണുക, അവർ തമ്മിൽ ഒരുപാട് തവണ ബന്ധപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെ വീണ്ടും ലാബിലേക്ക് വരുവാണെങ്കിൽ അവിടെ റിച്ചാർഡിനെ കാണാൻ വേണ്ടി ജനറൽ ഫ്രാങ്ക് വന്നായിരുന്നു. ഫ്രാങ്ക് വന്നിട്ട് റിച്ചാർഡിനോട് പറയും 36 മണിക്കൂർ വരും അതിനുള്ളിൽ തന്നെ മത്സ്യകന്യകനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഇവൻ്റെ കരിയറും തീരും അതുപോലെ തന്നെ ഇവൻ്റെ ലൈഫും തീരും എന്ന് പറയും. അങ്ങനെ റിച്ചാർഡ് ആണെങ്കിൽ അതിന് വേണ്ടി ഡോക്ടർ റോബർട്ടിനെ ഫോളോ ചെയ്തിറങ്ങും. അന്നേരമാണ് ഡോക്ടർ റോബർട്ട് ഒരു സ്പൈ ആണെന്ന് അവന് പിടികിട്ടുന്നത്. ഇതേസമയം ഡോക്ടർ റോബർട്ട് അവൻ്റെ റഷ്യൻ അസോസിയേറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ റോബർട്ട് അവരോട് പറയും ഉടനെ തന്നെ അമേരിക്കക്കാർ ഇവനെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയും. അന്നേരമാണ് അവൻ്റെ കൂടെയുള്ള അസോസിയേറ്റ്സ് തന്നെ ഡോക്ടർ റോബർട്ടിനെ വെടിവെക്കുന്നത്. ഇത് കാണുമ്പോൾ റിച്ചാർഡ് വന്ന് അവൻ്റെ അസോസിയേറ്റ്സിനെ വെടിവെച്ച് കൊല്ലും. അത് കഴിഞ്ഞ് ഡോക്ടർ റോബർട്ടിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും ഈ മത്സ്യകന്യകനെ പറ്റിയുള്ള ന്യൂസ് അറിയാൻ വേണ്ടി. അങ്ങനെ റോബർട്ടിനെ ടോർച്ചർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റിച്ചാർഡിൻ്റെ പിടികിട്ടും മത്സ്യകന്യകനെ കടത്തിക്കൊണ്ട് പോയത് എലിസയ്ക്ക് സെൽഡയ്ക്ക് പങ്കുണ്ടെന്ന്. അങ്ങനെ അവനാണെങ്കിൽ നേരെ സെൽഡയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ന് അവളെ ഭീഷണിപ്പെടുത്തും. അവളാണെങ്കിൽ ആദ്യം കുറേ നേരം പിടിച്ചിരിക്കാൻ നോക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഉള്ള സത്യം പറയും ആ മത്സ്യകന്യകൻ എലീസയുടെ അപ്പാർട്ട്മെൻറ്റിലുണ്ടെന്ന്. അങ്ങനെ റിച്ചാർഡ് നേരെ എലീസയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ആ മത്സ്യകന്യകനെ തേടി ചെല്ലും. റിച്ചാർഡ് ആണെങ്കിൽ ദേഷ്യത്തോടെ എലീസയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരും. അവിടെ വരുമ്പോൾ ആരും കാണത്തില്ലായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ അവിടെ ഒരു കലണ്ടർ നോട്ട് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്താണെങ്കിൽ ഈ മത്സ്യകന്യകനെ റിലീസ് ചെയ്യുന്നതിനെ പറ്റി എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ തൊട്ടടുത്തുള്ള കനാലിലേക്ക് പോകും. ഇതേസമയം കനാലിന് അവിടെ ആണെങ്കിൽ എലീസയും ഗൈൽസും കൂടെ ആ മത്സ്യകന്യകനെ റിലീസ് ചെയ്യാൻ വേണ്ടിയൊക്കെ തുടങ്ങുമായിരുന്നു. അങ്ങനെ ഇതേ സമയമാണ് റിച്ചാർഡ് അങ്ങോട്ട് വന്നിട്ട് മത്സ്യകന്യകനെയും അതുപോലെ തന്നെ എലീസനെയും വെടിവെച്ചിടുന്നത്. അതിനുശേഷം റിച്ചാർഡും ഗെയിൽസും തമ്മിൽ അവിടെ വെച്ച് ഒരു അടിപിടിയൊക്കെ ഉണ്ടാവും. ഇതേ സമയത്താണ് ആ മത്സ്യകന്യകൻ സ്വന്തമായിട്ട് ഹീൽ ചെയ്തിട്ട് എവിനേറ്റ് വരുന്നത്. അതിനുശേഷം അവൻ വന്നിട്ട് റിച്ചാർഡിനെ അവിടെ വെച്ച് തന്നെ കൊല്ലും. അങ്ങനെ സെൽഡെ അറിയിച്ച പ്രകാരം പോലീസുകാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പോലീസ് വരുമ്പോഴത്തേക്കിനും ആ മത്സ്യകന്യകനാണെങ്കിൽ എലീസനെ എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടും. അങ്ങനെ വെള്ളത്തിനടിയിൽ വെച്ച് അവനാണെങ്കിൽ എലീസയുടെ മുറിവുകളെല്ലാം ഹീൽ ചെയ്ത് അവളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അവളാണെങ്കിൽ ഇത്രയും കാലം ജീവിതം ജീവിച്ചതിലുമൊക്കെ ഹാപ്പിയായിട്ട് ആ മത്സ്യകന്യകൻ്റെ കൂടെ പിന്നെ സുഖമായിട്ട് ജീവിക്കും. അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.